ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ കൺട്രോളിന് 4 പ്രോസസ്സാണ് ഉള്ളതെന്ന്. ഫസ്റ്റ് വൺ പർച്ചേസിങ് ആണ്, ദെൻ റിസീവിങ് ആണ്, പിന്നെ എന്താണ് സ്റ്റോറേജും, പിന്നെ ഇഷ്യൂ ആണ്. ഇങ്ങനെ 4 പ്രോസസ്സാണ് ഉള്ളതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിൽ പർച്ചേസിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റിസീവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് എന്ത് ചെയ്യുക, കൈ പറ്റുന്നതിനെയാണ് നമ്മൾ റിസീവിംഗ് എന്ന് പറയുക. ഇനി എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽ എന്ത് ചെയ്യണം, ഇനി സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലേ, സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ആ മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റോറേജ് കൺട്രോൾ എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ. സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ നമുക്കറിയാം എന്താണ്. മെറ്റീരിയൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞ്, അതായത് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ ഇല്ല ഇമ്മീഡിയറ്റ്ലി അതിനെ കൺസ്യൂം ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്, കുറച്ച് ടൈം ഗ്യാപ്പ് ഉണ്ടാവും എന്തിനു വേണ്ടിയിട്ട്, അത് പ്രൊക്യൂർ ചെയ്ത് അത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നവരെ എന്ത് ചെയ്യും, കുറച്ച് ടൈം ഗ്യാപ്പ് ഉണ്ടാവും. അതുവരെയുള്ള സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, അത് സ്റ്റോർ ചെയ്ത് വെക്കണം. അതായത് ഒരു റോ മെറ്റീരിയൽ വാങ്ങി നമുക്ക് പെട്ടെന്ന് അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഫിനിഷ്ഡ് ഗുഡ്സാക്കി മാറ്റാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ പല സ്റ്റേജുകൾ കടന്നു പോകണം. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസ്യൂംഡ് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളതിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈമിലേക്ക് വേണ്ടിയിട്ട് മെറ്റീരിയൽ ഹാവ് ടു ബി സ്റ്റോർഡ്. നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നമ്മളുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കണം. ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്യും, അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. Okay, when the material have been received and inspected, they are forwarded to stores departments. അതായത് മെറ്റീരിയൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നെ ഇൻസ്പെക്റ്റ് ചെയ്യും അല്ലേ, നമുക്ക് കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽ ആണോ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്പെക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി ഫോർവേഡഡ് ടു ദ സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റിന് ഫോർവേഡ് ചെയ്യും അല്ലേ. അവരാണ് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അവരെന്താണ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ചെയ്യും, ദെൻ ഇറ്റ് വിൽ ബി ഫോർവേഡ് ടു സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റ്. സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് ചെയ്യും, അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ ഒരു മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും റെസ്പോൺസിബിൾ ആയിരിക്കും എന്ത്, സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്റ്റോർ കീപ്പിംഗ് ആൻഡ് സബ്സീക്വൻറ്റ് കൺട്രോൾ ഓഫ് സ്റ്റോഴ്സ്. ആ സ്റ്റോർ കീപ്പ് ചെയ്യുക, അതേപോലെ എന്ത് ചെയ്യുകയാണ്, അതിലുള്ള മെറ്റീരിയൽസ് സബ്സീക്വൻറ്റ് കൺട്രോൾ ഓഫ് സ്റ്റോർ കൺട്രോൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ചെയ്യുക മാത്രമാണ്, പിന്നെ അത് ഫോർവേഡ് ടു സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ബി കൺട്രോൾ ദ സ്റ്റോഴ്സ് ആൻഡ് സ്റ്റോർ കീപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്റ്റോറേജ് ഓഫ് മെറ്റീരിയലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നോക്കുന്നത് നമ്മൾ സ്റ്റോറേജ് കൺട്രോൾ എന്താണെന്നാണ്. അപ്പോൾ സ്റ്റോറേജ് കൺട്രോൾ മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്സ് ആണ് എന്ത്, സ്റ്റോറേജ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് സിംപ്ലി മീൻസ് കൺട്രോൾ ഓവർ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ്. സ്റ്റോർ ചെയ്തിട്ടുള്ള മെറ്റീരിയലിൻ്റെ മുകളിലുള്ള കൺട്രോൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോറേജ് കൺട്രോൾ എന്ന് പറയുന്നത്. അതിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് പോവുക, അതിനായിട്ടുള്ള റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്റ്റോറേജ് കൺട്രോളിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് റെഫേഴ്സ് ടു കീപ്പിംഗ് ഓഫ് മെറ്റീരിയൽസ് പർച്ചേസ്ഡ് അണ്ടർ സേഫ് കസ്റ്റഡി ടിൽ ദേ ആർ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ. എന്താണ്, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ പ്രൊഡക്ഷൻ ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യാണ്, സേഫ് കസ്റ്റഡിയിൽ വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, സേഫായിട്ട് യാതൊരു കേടുപാടുകളും സംഭവിക്കാതെ പ്രൊഡക്ഷൻ ആവശ്യമായ ടൈമിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് കീപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എന്ത്, സ്റ്റോറേജ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റോറേജിനെ കുറിച്ച് പറയാനുള്ളത്. സ്റ്റോറേജ് കൺട്രോൾ എന്താണെന്ന് നോക്കി. ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. ദെൻ we go into another important topic, functions or duties and responsibilities of stores departments. അതായത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഫങ്ഷൻസ്. നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പഠിച്ച പോലെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനും എന്തുണ്ട്, അവരുടെ ഫങ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ചോദിച്ചാലും അവരുടെ റെസ്പോൺസിബിലിറ്റി ചോദിച്ചാലൊക്കെ എഴുതേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന് എക്സാമിന്
നമ്മുടെ സ്റ്റോർ കീപ്പറിൻ്റെ ഫങ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു സ്റ്റോർ കീപ്പറിൻ്റെ ഡ്യൂട്ടി എന്താണ്, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാലും ഇതേ സംഭവം തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, ടു ഇഷ്യൂ പർച്ചേസ് റിക്വസിഷൻസ് ടു പർച്ചേസ് മെറ്റീരിയൽ, പർച്ചേസ് ഓഫ് മെറ്റീരിയൽ. ആദ്യം അവർ ചെയ്യുന്ന അവരുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് നോക്കുക, അവർ പർച്ചേസ് റിക്വസിഷൻസ് ഇഷ്യൂ ചെയ്യും. ആർക്കാണ് ഇഷ്യൂ ചെയ്യുക? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് എന്ത് ചെയ്യുന്നത്? പർച്ചേസ് റിക്വസിഷൻ ഇഷ്യൂ ചെയ്യുന്നത്. കാരണം സ്റ്റോർ റൂമിലാണ് എന്ത് ചെയ്യുക, നമ്മൾ റോ മെറ്റീരിയൽസ് കീപ്പ് ചെയ്യുക. അപ്പം പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് റിക്വയർ ആയി വരുമ്പോൾ അതത് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് എന്ത് ചെയ്യുക, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇന്ന മെറ്റീരിയൽ വേണം എന്ന് പറഞ്ഞിട്ടുള്ള റിക്വസിഷൻസ് കൊടുക്കുക. ആ റിക്വസിഷൻ കിട്ടിയാൽ മാത്രമേ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുള്ളൂ, റോ മെറ്റീരിയൽ വാങ്ങുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് എന്താണ്? ടു ഇഷ്യൂ ദ പർച്ചേസ് റിക്വസിഷൻ ഫോർ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ. ദെൻ ടു റിസീവ് മെറ്റീരിയൽ ഫ്രം റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, റിസീവ് ചെയ്യാം. ഓക്കെ, ദെൻ ടു കീപ്പ് മെറ്റീരിയൽ ഇൻ പ്രോപ്പർ പ്ലേസ്. ടു കീപ്പ് മെറ്റീരിയൽ ഇൻ പ്രോപ്പർ പ്ലേസ് എന്ത് ചെയ്യുക, നമ്മൾ വാങ്ങിയിട്ടുള്ള മെറ്റീരിയൽ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്ത് വെക്കാം. പിന്നെ ഉള്ളത് ടു മെയിൻറ്റെയിൻ അപ് ടു ഡേറ്റ് റെക്കോർഡ്സ് ഓഫ് റെസീപ്റ്റ് ആൻഡ് ഇഷ്യൂ ആൻഡ് ബാലൻസ് ഓഫ് ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സ്റ്റോറിലുള്ള മെറ്റീരിയലിൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള റെക്കോർഡുകൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. അതിൻ്റെ റെസീപ്റ്റ്സ് പ്രിപ്പയർ ചെയ്യുക, അത് ഇഷ്യൂ ചെയ്തത് എത്രയാണ്, പിന്നെ ബാലൻസ് എത്രയുണ്ട്, ഇങ്ങനെയുള്ള മെറ്റീരിയൽ ബാലൻസ് എത്രയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്തുകൊണ്ട് പോവുക. ഓക്കെ, നെക്സ്റ്റ് ടു മേക്ക് അറേഞ്ച്മെൻറ്റ് ഫോർ സേഫ് കീപ്പിംഗ് ഓഫ് മെറ്റീരിയൽ. പിന്നെ എന്ത് ചെയ്യുക, മെറ്റീരിയൽസ് സേഫായിട്ട് അറേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. സേഫായിട്ട് കീപ്പ് ചെയ്യണം, അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സുകൾ ചെയ്യുക. പിന്നെ ടു റിപ്പോർട്ട് ഓൺ വേസ്റ്റ്, സ്ക്രാപ്പ്, ഒബ്സലേറ്റ് സ്റ്റോക്ക്. അതായത് വേസ്റ്റായിട്ടും സ്ക്രാപ്പായിട്ടും ഉണ്ടാവും, വേസ്റ്റേജ് സ്റ്റോക്കുകൾ ഉണ്ടാവും, ദെൻ സ്ക്രാപ്പുകൾ ഉണ്ടാവും, പിന്നെ ഒബ്സലേറ്റഡ് സ്റ്റോക്കുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് അതത് ടൈമിൽ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ സ്റ്റോഴ്സ് എന്ത് ചെയ്യുക, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. ദെൻ ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് അൺഓതറൈസ്ഡ് പേഴ്സൺസ് ഇൻ ടു ദ സ്റ്റോറിൽ സ്റ്റോർ കീപ്പേഴ്സാണ് ഉണ്ടാവുക. അവരുടെ പുറമെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരല്ലാത്തവരെ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ സ്റ്റോറിലേക്ക് കിടക്കുന്നതിന് അനുവാദം കൊടുക്കാതിരിക്കുക, അത് അവരെ പ്രിവെൻറ്റ് ചെയ്യുക. അതായത് ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രം എൻ്റർ ചെയ്യാൻ മാത്രം പറയുക, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എൻട്രിങ് കൊടുക്കാതിരിക്കുക. ദെൻ ടു ഇഷ്യൂ മെറ്റീരിയൽസ് എഗെയിൻസ്റ്റ് ഡ്യൂലി ഓതറൈസേഷൻ മെറ്റീരിയൽ റിക്വസിഷൻ ഓതറൈസേഷൻ അനുസരിച്ച് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുക. ദെൻ ടു ടേക്ക് ദ സ്റ്റോക്ക് അറ്റ് പീരിയോഡിക്കൽ ഇൻ്റർവെൽസിൽ സ്റ്റോക്ക് എടുക്കുക. ഓക്കെ, ദെൻ ടു പ്രൊട്ടക്ട് ദ മെറ്റീരിയൽ ഫ്രം പിൽഫറേജ്, തെഫ്റ്റ്, ഫയർ ഡാമേജ്. തീപിടുത്തത്തിൽ നിന്നും, ഫയർ, പിന്നെ കളവിൽ, അതേപോലെ പലതരത്തിലുള്ള ഡാമേജുകൾ ഉണ്ടാവും. ഇങ്ങനെ കാര്യങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, മെറ്റീരിയൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ ടു മെയിൻറ്റെയിൻ ബിൻ കാർഡ് ഫോർ ഈച്ച് മെറ്റീരിയൽ. ബിൻ കാർഡ് എന്താണെന്ന് നമുക്ക് ഈ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അത് നമുക്ക് പറയാം. അപ്പോൾ ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസും ഡ്യൂട്ടീസും, അതായത് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പറിൻ്റെ ഫങ്ഷൻസ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് വി ഗോ ടു ടൈപ്സ് ഓഫ് സ്റ്റോഴ്സ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് 2 ടൈപ്പാണെങ്കിൽ സ്റ്റോഴ്സ് 3 ടൈപ്പായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ഈസ് സെൻട്രലൈസ്ഡ് സ്റ്റോറാണ്, സെക്കൻഡ് ഈസ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറാണ്, ദെൻ സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ. ഇങ്ങനെ 3 സ്റ്റോഴ്സുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് സെൻട്രലൈസ്ഡ് സ്റ്റോർ. സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് വെച്ചാൽ ഇൻ കേസ് ഓഫ് സെൻട്രലൈസ്ഡ് സ്റ്റോർ ഓൾ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈഡ് റിക്വയർ ഫോർ എ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ സ്റ്റോർഡ് അറ്റ് വൺ പ്ലേസ്. അതായത് എല്ലാ മെറ്റീരിയൽസും ഒരു സ്ഥലത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതിന് സെപ്പറേറ്റ് ആയിട്ടൊന്നും വെച്ചിട്ടില്ല. ആ ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് മൊത്തമായിട്ട് ഒരു സെൻട്രൽ സ്റ്റോറിൽ വെക്കുകയാണെങ്കിൽ അത് നമ്മൾ സെൻട്രൽ സ്റ്റോർ എന്നാണ് പറയുക. ഓക്കെ, the store function is centralized. This means that the store function is handled by a single storekeeper or stores manager. ഒരു
സെൻട്രലൈസ്ഡ് ആയിട്ടാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റൊരു പേഴ്സൺ മാത്രമേ ഇത് ഹാൻഡിൽ ചെയ്യുള്ളൂ, ഈ ഒരു സ്റ്റോർ ഫങ്ഷൻ. ആ വ്യക്തിനെ പറയുന്ന പേരാണെന്ത്? സിംഗിൾ സ്റ്റോർ കീപ്പർ ആയിരിക്കും അവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു സ്റ്റോർ മാനേജർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. Then centralized store is particularly suitable when entire production activities is located at one place or all production units are situated close to each other. അപ്പോൾ സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എല്ലാ പ്രൊഡക്ഷൻ പ്ലേസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസൊക്കെ എന്ത് ചെയ്യാണ്? ഒറ്റ പ്ലേസിൽ തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഡിഫറെൻറ്റ് ബ്രാഞ്ചുകളല്ലാതെ അതിൻ്റെ നിയർ ടു നിയർ ആയിട്ടാണ് അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഉള്ളതെങ്കിൽ സ്റ്റോഴ്സ് ആ സെൻട്രലൈസ്ഡ് സ്റ്റോർ യൂസ് ചെയ്യാം. കാരണം അതിൻ്റെയൊക്കെ റോ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ സ്റ്റോറിൽ സൂക്ഷിക്കാം. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസിലാണ് ഓരോ പ്രൊഡക്ഷനെങ്കിലും അത് സെൻട്രലൈസ്ഡ് സ്റ്റോറിൽ പറ്റില്ല, കാരണം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ പ്രശ്നമായിരിക്കും. അപ്പോൾ ഇത്രയാണ് സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയുന്നത്. ദെൻ സെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ബെറ്റർ കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓവർ സ്റ്റോക്ക്. സ്റ്റോക്കിൻ്റെ മുകളിൽ എന്താണ്? നമുക്ക് ഒരു ബെറ്റർ കൺട്രോളും അതേപോലെ സൂപ്പർവിഷനും കൊടുക്കാൻ പറ്റും. ദെൻ എന്താണ്? സ്റ്റോറേജ് സ്പേസ് കുറവ് മതി, നീഡ് ലെസ് സ്റ്റോറേജ് സ്പേസ് മതി. പിന്നെ ലോവർ ക്ലറിക്കൽ കോസ്റ്റ് കുറവായിരിക്കും. പിന്നെ മൊത്തമാണല്ലോ, ഒറ്റ സ്റ്റോർ മാത്രമല്ല, ക്ലറിക്കൽ കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ദെൻ ഈസി സ്റ്റോക്ക് ടേക്കിംഗ്, പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ഒരു സെൻട്രൽ സ്റ്റോർ ആയതുകൊണ്ട് അതിൽ എത്രത്തോളം സ്റ്റോക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഈസി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഒബ്സലേറ്റ് ആൻഡ് സ്ലോ മൂവിങ് ഐറ്റം. അതായത് ഒബ്സലേറ്റ് ആയിട്ടുള്ള ഐറ്റംസ്, തേയ്മാനം സംഭവിച്ചിട്ടുള്ള ഐറ്റംസും അതേപോലെ സ്ലോ മൂവിങ് ഐറ്റംസ്, അതായത് റോ മെറ്റീരിയൽസ് എന്താണ് തീരെ അങ്ങോട്ട് യൂസ് ചെയ്യാത്ത, വെറുതെ ഇങ്ങനെ ഓർഗനൈസേഷനിൽ വേസ്റ്റ് പോലെ നിൽക്കുന്ന ഐറ്റംസ്, സ്ലോ മൂവിങ് ഐറ്റംസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സെൻട്രലൈസ്ഡ് സ്റ്റോറിനും എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് സ്റ്റോറാണ്. ഫസ്റ്റ്, ഇൻക്രീസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട്. ദെൻ ഡിലേ ഇൻ ഇഷ്യൂയിങ് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യാൻ ഡിലേ ഉണ്ടാവും. ദെൻ പ്രോബ്ലം ഇൻ ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് ആൻഡ് പ്രൊഡക്ഷൻ സ്റ്റോപ്പേജസ്. ഓക്കെ, ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ടിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും, അതേപോലെ അതെന്താണ് പ്രൊഡക്ഷനെ ബാധിക്കുകയും ചെയ്യും. പിന്നെ ഇൻക്രീസ്ഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജ്. അത് ഒരു സെൻട്രലൈസ്ഡ് സ്റ്റോർ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് മെറ്റീരിയൽസ് ഉണ്ടാവും, അതിനെ ഹാൻഡിൽ ചെയ്യണം, അത് ചാർജ് അതിൻ്റെത് കൂടുതലായിരിക്കും. പിന്നെ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ലോസ് ഡ്യൂ ടു ഫയർ ആൻഡ് തെഫ്റ്റ്. ഇത് മൊത്തം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടാവും, എന്തെങ്കിലും ഒരു ലോസ്. അതായത് ഒരു തീപിടുത്തം ഉണ്ടായെന്ന് വിചാരിക്കുക, ആ തീപിടുത്തം എന്ത് ചെയ്യും? മൊത്തം ബാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ റിസ്കുകൾക്ക് എന്താവും? സെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. അപ്പോൾ ഇത്രയുമാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് സ്റ്റോർ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറാണ്. മറ്റേത് സെൻട്രലൈസ്ഡ് ആണ്, ഇവിടെ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാം എന്താണ്? സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റോർ റൂമുകൾ ഉണ്ടാവും ആർക്ക്? ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അവരുടേതായിട്ടുള്ള സ്റ്റോറേജ് ഉണ്ടാവും. നോക്കാം എന്താന്ന്. ഇൻ കേസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ്, സെപ്പറേറ്റ് സ്റ്റോർ റൂംസ് ഈസ് മെയിൻറ്റെയിൻ അറ്റ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു 4 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ 4 ഡിപ്പാർട്ട്മെൻറ്റും ഓരോ സ്റ്റോർ റൂമുകൾ എന്ത് ചെയ്യും? കീപ്പ് ചെയ്തുകൊണ്ട് പോകും. ഓക്കെ, അങ്ങനെയുള്ളതാണ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പം എ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റോർ റൂം എന്ന് പറയുന്നത് ഇതായിരിക്കും, A1 എന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ആയിരിക്കും കീപ്പ് ചെയ്യുക. അതേപോലെ ബീൻ്റെ അങ്ങനെ ആയിരിക്കും, സിയുടേത് അങ്ങനെ, ഡീൻ്റെത് അങ്ങനെ. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓരോരുത്തരുടെ സ്റ്റോർ റൂമുകളിലായിരിക്കും കീപ്പ് ചെയ്യുക. ദെർ ആർ സെവറൽ സ്റ്റോർ റൂംസ്. This system is particularly suitable where the plant are dispersed over wide geographical area. സെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇത്. ഡിസ്പേഴ്സ് ആയിട്ട് വൈഡായിട്ട് കിടക്കുകയാണ് പ്രൊഡക്ഷൻ യൂണിറ്റുകളും പ്ലാന്റുകളൊക്കെ. ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് അവിടെ ഇവിടെയാണെങ്കിൽ നമുക്ക് സെൻട്രലൈസ്ഡ് സ്റ്റോറിനേക്കാളും നല്ലത് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറാണ് ഉണ്ടാവുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റോർ. അതിനുമുണ്ട് അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് എന്താണ്?
റെഡ്യൂസ് കോസ്റ്റ് ഓഫ് ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് കുറയ്ക്കാൻ സഹായിക്കും. ദെൻ അവോയ്ഡ്സ് ഡിലേ ഇൻ ഗെറ്റിംഗ് മെറ്റീരിയൽ കിട്ടാനുള്ള ഡിലേ ഇല്ലാതാവും, അതായത് പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസ് നമുക്ക് കിട്ടും. ദെൻ അവോയ്ഡ് പ്രൊഡക്ഷൻ ഡിലേസ് ആൻഡ് സ്റ്റോപ്പേജ്, പ്രൊഡക്ഷനിലുണ്ടാകുന്ന ഡിലേസും പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആകുന്നതൊക്കെ നിൽക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദെൻ മിനിമൈസ് റിസ്ക് ഓഫ് ലോസ് ഓഫ് മെറ്റീരിയൽ ഡ്യൂ ടു ഫയർ. ഇത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്റ്റോറുകളിലായിട്ട് സൂക്ഷിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു റിസ്ക് വരികയാണെങ്കിൽ അത് ഫയറൊക്കെ കൊണ്ടുണ്ടാകുന്ന റിസ്ക് ഉണ്ടാകുമ്പോൾ അത് ഏതിനാണോ വന്നത് അതിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ, മൊത്തം എൻറ്റയർ ആയിട്ട് അതിനെ ബാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ അഡ്വാൻറ്റേജുകൾ, അതായത് സെൻട്രലൈസ്ഡിൻ്റെ ഡിസഡ്വാൻറ്റേജുകളൊക്കെ ഡീസെൻട്രലൈസ്ഡിൻ്റെ അഡ്വാൻറ്റേജുകളായിട്ടാണ് വരുന്നത്. Then disadvantages of centralized store, it may lead to excessive investment in industries. കൂടുതലായിട്ട് ഇൻവെൻട്രീൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പിന്നെ ഹയർ സ്റ്റോറേജ് കോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ ഇൻ സ്റ്റോർ കീപ്പിംഗ് മേ റിസൾട്ട് ഇൻ മോർ വേജസ്. അതായത് സ്റ്റോർ കീപ്പ് ചെയ്തിട്ട്, അതായത് നല്ല രീതിയിൽ അതിൽ സ്പെഷ്യലൈസേഷൻ കുറവാണെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ വേസ്റ്റേജ് ഉണ്ടാവാൻ കാരണമാവും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവരായിരിക്കണം, അതിലൊരു സ്റ്റോർ കീപ്പിംഗ് അറിയുന്നവരായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഓർഗനൈസേഷനിൽ വേസ്റ്റേജ് കൂടും, മെറ്റീരിയൽ വേസ്റ്റേജ് കൂടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് തേർഡ് സ്റ്റോറാണെന്ത്, സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് സെൻട്രലൈസ്ഡ് സ്റ്റോർ ആൻഡ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ. സെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെയും ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെയും ഒരു എന്താണ് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഒരു കോമ്പിയാണെന്ത് സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ എന്ന് പറയുന്നത്. ലാർജ് ഫാക്ടറീസിലൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ സിറ്റുവേറ്റഡ് അറ്റ് ഡിസ്റ്റൻസ് ഫ്രം സെൻട്രൽ സ്റ്റോർ. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഫാക്ടറി ആണെങ്കിൽ ഒരു സെൻട്രൽ സ്റ്റോർ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ദൂരത്തായിരിക്കും. അതായത് സെയിം ഫാക്ടറിയിൽ തന്നെ ഡിസ്റ്റൻസ് കൂടുതലായിട്ടായിരിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാവാം. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈ സെൻട്രൽ സ്റ്റോറിൽ വന്ന് എടുക്കുക എന്നുള്ളത് കുറേ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടും, മെറ്റീരിയൽ ഹാൻഡ്ലിങ് കോസ്റ്റൊക്കെ കൂടും. അപ്പം ഇത് പോക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തും ഒരു സബ് സ്റ്റോർ കൂടി നിർമ്മിക്കും. അതെന്ത് ചെയ്യും, അവർക്ക് എളുപ്പമാക്കും, പ്രൊഡക്ഷൻ എളുപ്പമാക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, അവരുടേതായിട്ടുള്ള മെറ്റീരിയൽസ് അവരുടെ നിയർ ആയിട്ടുള്ള സബ് സ്റ്റോറുകളിൽ നിന്ന് എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ എന്ന് പറയുന്നത്. ദെൻ ഇൻ ഷോർട്ട്, under this system there will be a central store near the receiving department and the number of sub-stores attached to production department. റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് നമ്മളൊരു സെൻട്രൽ സ്റ്റോറും അതേപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അടുത്ത് സബ് സ്റ്റോറുകളും എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യുന്നതിനാണ് ഇത് നമ്മൾ പറയുന്നത് സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് സ്റ്റോർസ് കൺട്രോൾ എന്ന് പറയാം. ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് സ്റ്റോർ കൺട്രോൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള സ്റ്റോറുകളാണ് ഉള്ളത്. ടൈപ്സ് ഓഫ് സ്റ്റോർ 3 തരമാണ്: സെൻട്രലൈസ്ഡ് സ്റ്റോർ ആൻഡ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ, ദെൻ സെൻട്രലൈസ്ഡ് സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്താണ്, സ്റ്റോറേജിനെ കുറിച്ചാണ്. സ്റ്റോറേജ്, അതിൻ്റെ സ്റ്റോർ കീപ്പറിൻ്റെ ഡ്യൂട്ടീസ്, ദെൻ ടൈപ്സ് ഓഫ് സ്റ്റോർസ്. ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റോർ ചെയ്യുന്ന മെത്തേഡ്സുകളുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.